ഹലോ, സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാർക്കുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെക്കൻഡ് ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൂട്ട് എപ്പോഴും ഫസ്റ്റ് ഇട്ട ലൈനിൻ്റെ ആ ഒരു വശത്തേക്ക് വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഫൂട്ടിൻ്റെ സൈഡ് ഫസ്റ്റ് ഇട്ട ലൈനിനോട് ചേർന്നിട്ട് വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാർ ഈ ലൈന് ഫ്രീ ടൈമിൽ എപ്പോഴും ഇട്ട് പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ നെക്കിനും വി നെക്കിനും അതുപോലത്തെ ഒരുപാട് നെക്കിന് ഉപകാരമാവും ഈ ഒരു ലൈൻ ഇട്ട് പഠിക്കൽ. ഫ്രീ ടൈമിൽ ഒരുപാട് തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാണാനുണ്ടോ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ലൈന് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 കട്ട് പീസ് എടുത്തിട്ട് അതിൽ സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് കാണാനുണ്ടോ, ആ ഫൂട്ടിൻ്റെ സൈഡ് എപ്പോഴും ഫാബ്രിക്കിൻ്റെ വക്കിന് വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒരു കോൺ പോർഷനിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ നീഡിൽ കുത്തി നിർത്തി ഫൂട്ട് പൊക്കിയിട്ട് തിരിച്ചെടുക്കണം. എപ്പോഴും നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചെടുക്കാൻ. വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫാബ്രിക്കിൻ്റെ വക്കിലൂടെ തന്നെ വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. കോൺ ഷേപ്പിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക, തിരിച്ചിടുക. ഇതേപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ വക്കിന് ഫൂട്ട് വരുന്നത് മാക്സിമം. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി കഴിഞ്ഞാൽ ആ നെക്കിൻ്റെ ഭംഗി പോവും. എന്നിട്ട് അതിൻ്റെ കോൺ ഷേപ്പിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ത്രെഡുമ്പോൾ തട്ടരുത്. കട്ട് ചെയ്ത ശേഷം അത് മറിച്ച് നോക്കുമ്പോൾ അത്രയും നീറ്റും പെർഫെക്റ്റായിട്ടും സ്ക്വയർ നെക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ലൈന് എല്ലാവരും മാക്സിമം ഇട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഉപകാരപ്രദമാവും. കാണാനുണ്ടോ, നീറ്റായിട്ട് സ്ക്വയർ നെക്ക് നമുക്ക് കിട്ടുന്നതാണ്. വളരെ നീറ്റായിട്ട് കിട്ടുന്നതാണ്.